പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തമ്പനിയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടാം. അത് വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങുകയും ചെയ്യാം, അതിനെ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളെ ആരെങ്കിലും കുത്തി പറയാറുണ്ടോ? അപ്പോൾ ആരെന്തും പറയട്ടെ, അതൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനാണ് കേട്ടോ. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണെന്നറിയോ? ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ നിങ്ങളെ എന്തൊക്കെ പറയുന്നു അതൊക്കെ രണ്ടാമത്തെ ഓപ്ഷനാണ്. നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത് ചെയ്യും. ഓക്കെ, അങ്ങനെ ആദ്യം നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ എത്ര പേര് വന്ന് നിങ്ങളെ മോട്ടിവേഷൻ ചെയ്താലും, എത്ര വീഡിയോസിൽ പോയി നിങ്ങൾ മോട്ടിവേഷൻ ചാനൽസിൽ പോയിട്ട് എത്ര നിങ്ങൾ മോട്ടിവേഷൻ കേട്ടാലും, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് അതിന് സാധിക്കും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ അത് കേട്ടിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ആകുക, അത് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് വന്ന് കാണുക. വീഡിയോസ് കാണണം, അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, സ്റ്റേ സ്ട്രോങ്. അതായത് നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും സ്ട്രോങ് ആയിട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഓരോ ഡ്രീമുണ്ട് അല്ലേ? ഡ്രീമുണ്ട്, നമ്മൾ അതിനെ ബിലീവ് ചെയ്യുക, അതിനെ അച്ചീവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ സീനിയേഴ്സ് പറയുകയാണ് നിങ്ങളുടെ വർക്ക് ശരിയാവുന്നില്ല അല്ലേ? അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ ഓക്കെ ആണെങ്കിൽ മെൻ്റലി നമ്മൾ അപ്പോൾ തന്നെ അപ്സെറ്റ് ആവാറാണ് അല്ലേ? എല്ലാവർക്കും പ്രയാസമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് തെറ്റ് പറ്റുമെന്ന് അവർ പറയുമ്പോൾ എന്താണ് തെറ്റ്? ചിലപ്പോൾ ആ തെറ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. എങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യാതെ നമ്മളോട് നമ്മുടെ തെറ്റ് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി പിന്നെ നമ്മളത് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ, വേറെ നമുക്ക് യൂട്യൂബ് ആയതുകൊണ്ട് യൂട്യൂബ് തന്നെ എടുക്കാം. പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ അവർക്ക് ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല. അപ്പോൾ നമ്മളൊരു കോഴ്സിന് ചേർന്ന് വിചാരിക്കുക. നമുക്ക് ആദ്യമേ എക്സാം അല്ലല്ലോ വരുന്നത്. നമ്മൾ ആ കോഴ്സിന് ചിലപ്പോൾ 3 മാസം, ഏറ്റവും കുറഞ്ഞൊരു കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ 3 മാസമാണ്. 3 മാസം, 6 മാസം, ഇപ്പം 3 വർഷം, 5 വർഷം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് മാറുന്നത്. അതും കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത മുന്നോട്ടുള്ള കാര്യങ്ങളോട് പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പറ്റുന്ന തെറ്റുകൾ, അടുത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മാറ്റിയുള്ള കാര്യമാണ് മടി എന്ന് പറയുന്ന സംഭവം. എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മടിയാണ്. അപ്പോൾ അവർ പറഞ്ഞതും കൂടെ എന്തായി? എളുപ്പമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അല്ലെ? കുറച്ചും കൂടെ എളുപ്പമായി. ഒന്നാം കാര്യം, എനിക്കതിനൊരു മടിയുണ്ട്. നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രീം കൊണ്ട് മടിയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രൊഫഷനോട് ഇറങ്ങി വരാതിരിക്കുക. മടി മാറ്റി വെച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം നെവർ ഗീവ് അപ്പ്. അതായത് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ചെറിയ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു ദിവസം നമുക്കതൊരു വലിയ റിസൾട്ട് തന്നെ കൊണ്ടുതരും അല്ലേ? ഫോർ എക്സാമ്പിൾ, വീണ്ടും ഞാൻ പറയും, ഈ ഒരു യൂട്യൂബിൽ ആദ്യം ഇടുന്ന വീഡിയോസ് ചെറിയ വ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, ചെറിയ അവേഴ്സ് ആയിരിക്കും വാച്ച് ടൈം ഉണ്ടാവുക അല്ലെ? ഫസ്റ്റ് ടൈം വരുന്ന എല്ലാ യൂട്യൂബേഴ്സും ഉള്ളൊരു കാര്യമാണിത്. പക്ഷേ നിങ്ങൾ നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇത് നിരന്തരമായിട്ട് ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങളുടെ ദിവസമായിരിക്കും അത്. ഓക്കെ, അപ്പം നെവർ ഗീവ് അപ്പ്, നമ്മൾ തളർന്നു പോകരുത്. ഇനി നാലാമത്തത്, വർക്ക് ഹാർഡ്. ഓക്കെ, നന്നായിട്ട് കഷ്ടപ്പെടും. അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു ഡ്രീം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ശരിക്കും അതിനെന്ത് ചെയ്യുക? ആ ഒരു ഡ്രീമിലോട്ട് എത്തണം. നമ്മൾ വർക്ക് ഹാർഡ് തന്നെ ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ഇന്നത്തെ വർക്ക് ശരിയായില്ല, നാളത്തെ വർക്കും ശരിയാവത്തില്ല, അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ചിലപ്പോൾ 10 ദിവസത്തെ, ഫോർ എക്സാമ്പിൾ പറയണം, 10 ദിവസത്തെ വർക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 9 ദിവസത്തെ വർക്കും ഫെയിൽ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ചോളൂ, 10ാമത്തെ വർക്ക് നിങ്ങൾക്കുള്ളത് തന്നെയായിരിക്കും. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് എന്താണ്? ബി കൈൻഡായിട്ടിരിക്കുക. ക്ഷമ. പണ്ടുള്ളവർ പറയും ക്ഷമ ആട്ടിൻ സുഖിന്റെ ഫലം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക, വിജയം നിങ്ങൾക്കുള്ളത് തന്നെ ആയിരിക്കും. ഞാൻ ഈ പറയുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഈ ഫസ്റ്റ് വിട്ട കാര്യത്തിന് നിങ്ങൾ ഒരിക്കലും ബോധവാനാവേണ്ട കാര്യമില്ല. നിങ്ങൾ ആരെങ്കിലും കുത്തി പറയാറുണ്ടോ? പറയട്ടെ. അവിടെയാണ് ഈ ഒരു പോയിന്റിന്റെ കീപ് സ്മൈലിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ മനോഹരമായിട്ട് മാറും. നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവ് വൈബോടുകൂടി എടുക്കാനായിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉപയോഗം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പ്രധാനപ്പെട്ട 5 പോയിന്റ് അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെട്ടുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു എസ് എന്നൊരു മെസ്സേജ് നിങ്ങൾ ഇട്ടേക്കാം കേട്ടോ. എസ് ഇപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമാകും. കാരണം നമ്മുടെ വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു സക്സസ് തന്നെയാണ്. ഇപ്പം ഞാനും ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ എല്ലാവരും സക്സസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു പരാജയം എല്ലാവർക്കും സംഭവിക്കാം. പക്ഷെ നമ്മൾ കാരണം മറ്റുള്ള ഒരാൾക്കെങ്കിലും ഒരു സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്, അതായത് എനിക്ക് സക്സസ് ഉണ്ടാവുന്നതിന് തുല്യമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.